നമ്മൾക്കറിയാവുന്ന 5 കാര്യങ്ങൾ, അതായത് നമ്മുടെ നമ്മുടെ വീടിൻ്റെ പറമ്പുകളിലുമൊക്കെ നമ്മൾ തന്നെ കൃഷി ചെയ്തെടുക്കുന്ന 5 കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഗുണകരമായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒന്നാമത്തെ കാര്യം മഞ്ഞളാണ്. മഞ്ഞൾ നമ്മൾ കഴിക്കുന്നത് മൂലം ശരീരത്തിൻ്റെ നീർക്കെട്ട് കുറയാനായിട്ട് വളരെ നല്ലതാണ്. നിങ്ങളുടെ വീട്ടിൽ മഞ്ഞൾ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അതായത് ശുദ്ധമായ മഞ്ഞൾ പൊടിച്ചെടുത്തിട്ട് അത് രാവിലെ ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ നൈറ്റ് കിടക്കുമ്പോൾ നിങ്ങൾ പാലിനകത്ത് കലക്കിയൊക്കെ ഒന്ന് കുടിച്ചു നോക്കും. നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ടത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. മഞ്ഞളെന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ നല്ലതാണ്. നമ്മൾ പലപ്പോഴും പല ആൾക്കാരും മഞ്ഞൾ കുഴച്ച് മുഖത്തൊക്കെ തേക്കുന്നത് കണ്ടിട്ടില്ലേ? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഇൻഫ്ലമേഷനെയും മാറ്റാനായിട്ട് കഴിവുള്ള ഒരു ഹെർബാണ് മഞ്ഞളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വയറിനുണ്ടാകുന്ന ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം മാറാൻ മഞ്ഞൾ വളരെയധികം പ്രയോജനമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ഒഴിവാക്കുകയേ ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം നെല്ലിക്ക. അത് സീസൺ ടൈമിലാണ് കൂടുതലായിട്ട് നെല്ലിക്ക കിട്ടുന്നത്. എന്നാൽ നെല്ലിക്ക കഴിച്ച് കഴിഞ്ഞാൽ അത് വൈറ്റമിൻ സിയുടെ ഏറ്റവും നല്ലൊരു കലവറയാണ്. വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവർ കൂടും. അതുപോലെ തന്നെ നമുക്ക് ഈ പനിയൊക്കെ വരുന്നതും അതുപോലെയുള്ള കാര്യങ്ങൾ ഒക്കെ കുറയാൻ നല്ലതാണ്. പിന്നെ നെല്ലിക്കയുടെ കാര്യം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കാൻ നല്ലതാണ്. ചർമ്മത്തിന് ഗുണം ചെയ്യുന്നതാണ്. എല്ലാത്തിനും നമുക്ക് ഈ നെല്ലിക്ക നല്ലതാണ്. രാവിലെ ഒരു നെല്ലിക്ക എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളമായിട്ടിട്ട് ജ്യൂസ് പോലെ അടിച്ച് കുടിച്ച് നോക്കൂ. അത് സ്ഥിരമായിട്ട് കുടിക്കരുത്. കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ കുടിച്ച് നോക്കിയാൽ തന്നെ വ്യത്യാസം അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ടും പറ്റും. അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത എന്താണെന്ന് വെച്ചാൽ മൂന്നാമത്തത് മുരിങ്ങയില. നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ കാണുന്ന ഒരു സംഭവമാണ് മുരിങ്ങയില എന്ന് പറഞ്ഞാൽ. ഇന്ന് ആരും ഉപയോഗിക്കാത്ത ഒരു സാധനമാണ്. ഔഷധങ്ങളുടെ കലവറ എന്ന് വേണമെങ്കിൽ പറയാം മുരിങ്ങ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ആൾക്കാരെല്ലാവരും ഈ മുരിങ്ങയുടെ ഇല തോരനായിട്ട് കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരും അതങ്ങനെ എടുക്കാറില്ല. പോഷക ഗുണങ്ങളൊക്കെ ഒരുപാട് അടങ്ങിയിരിക്കുന്നത്, അത് നമ്മുടെ പവർ ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് മുരിങ്ങ എന്ന് പറയുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പ്, അയൺ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ എനർജി ബൂസ്റ്റ് ചെയ്യാനും ഇത് വളരെ നല്ലതാണ്. സന്ധിവേദനയ്ക്ക്, നമ്മുടെ കാലിൻ്റെ മുട്ടിനൊക്കെ ഉണ്ടാകുന്ന നീർവീക്കം പോലെയുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ മുരിങ്ങ ഭയങ്കരമായിട്ട് നമുക്ക് പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ മുരിങ്ങയില ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഡൈജഷനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ ഇത് നല്ലതാണ്. അതുപോലെ തന്നെ മുരിങ്ങയില കഴിക്കുന്നത്, നമ്മൾ ഈ പറയുന്ന രക്തം അലിയിക്കാനുള്ള മരുന്ന് കഴിക്കുന്ന ആൾക്കാർ എത്രത്തോളം കഴിക്കാം എന്നുള്ളത് ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന, നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. നമുക്കറിയാം, തെങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാർട്ടും നമ്മുടെ ആരോഗ്യത്തിനായാലും അല്ലാതായാലും എല്ലാം വളരെ ഗുണമുള്ള ഒരു കാര്യമാണ്. തേങ്ങയെന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. അപ്പം മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെളിച്ചെണ്ണയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി പലതരത്തിലുള്ള എണ്ണകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ശുദ്ധമായ വെളിച്ചെണ്ണ തലയിൽ തേച്ച് കഴിഞ്ഞാൽ അത് മുടിക്ക് നല്ല മിനുസം നൽകുകയും അതുപോലെ തന്നെ മുടിയുടെ ഹെൽത്തിനും അത് വളരാനും ഒക്കെ
വളരെ നല്ലതാണ്. അത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. പണ്ട് ഉള്ളവർക്ക് അറിയാം, കുറച്ച് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ദേഹത്ത് പുരട്ടുന്നത് ഈ ആട്ടിയെടുത്ത വെളിച്ചെണ്ണ ആയിരുന്നു. ഈ ബേബി ഓയിലൊക്കെ വരുന്നതിന് മുമ്പ് ഉള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെളിച്ചെണ്ണയായിരുന്നു. ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നല്ലൊരു മോയ്സ്ചറൈസിങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ കൂട്ടാനും വെളിച്ചെണ്ണ നല്ലതാണ്. ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗൽ ആണ്. അതുപോലെ നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ അതും നമ്മുടെ ശരീരത്തിന് വളരെ പ്രയോജനമാണ്. നമ്മുടെ ഉള്ളിലത് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഗട്ടിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഈ വെളിച്ചെണ്ണ വളരെ നല്ലതാണ്. അടുത്തത് ഇഞ്ചിയാണ്. ഇഞ്ചി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ചുമ, കഫക്കെട്ട്, ജലദോഷം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇഞ്ചി നീര് കുടിക്കാറുണ്ട്. അതുപോലെ തന്നെ തൊണ്ടവേദനയ്ക്കും ഒക്കെ നമ്മൾ ഇഞ്ചിയുടെ ഗുണങ്ങൾ നമുക്ക് ശരിക്കും പറഞ്ഞു തരേണ്ടെന്ന് ആവശ്യമില്ല. എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇഞ്ചി. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഒക്കെ ഈ ഇഞ്ചി വളരെ നല്ലതാണ്. പിന്നെ ഏറ്റവും നല്ല ഒരു കാര്യമെന്ന് പറയുന്നത് മെൻസ്ട്രുവേഷൻ പെയിന് അത് കുറയ്ക്കാനായിട്ട് ഇഞ്ചിയിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഇഞ്ചിയുടെ കൂടെ മുരിങ്ങയിലയും അതുപോലെ തന്നെ നമ്മുടെ കറുകപ്പട്ടയുണ്ടല്ലോ, ഇതും കൂടെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചൊരു ചായ പോലെ, അതായത് കട്ടൻ ചായ പോലെ ഇരിക്കും ഇത് തിളപ്പിച്ച് കഴിയുമ്പോൾ. കുടിച്ച് കഴിഞ്ഞാൽ മെൻസ്ട്രുവൽ പെയിന് ഏറ്റവും നല്ല ഒരു മരുന്നാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ നട്ട് വളർത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ടും ശ്രമിക്കുക. ഓവറോൾ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ്. അത് തികച്ചും നാച്ചുറലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളത് വീട്ടിൽ തന്നെ കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇഞ്ചിയൊക്കെ കൂടുതൽ ആൾക്കാരും ഇപ്പോൾ സിറ്റിയിലാണെങ്കിൽ അത് ടെറസിലൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ എല്ലാവരും അത് കൃഷി ചെയ്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇതൊന്നും ഒഴിവാക്കരുത് നിങ്ങൾ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ അറിയാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വാട്സപ്പ് നമ്പർ 9048131708. താങ്ക് യു.